സിവിൽ സർവീസിന്റെ ഭാവിയെക്കുറിച്ചാണ് ചർച്ചാ വിഷയം. സിവിൽ സർവീസ് എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ്. ആ സേവനം ചെയ്യുന്ന ജീവനക്കാർ, ഇതാണ് പൊതുവെ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത്. സിവിൽ സർവീസ് ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് കേന്ദ്ര ജീവനക്കാരുമുണ്ട്, സ്റ്റേറ്റ് ജീവനക്കാരുമുണ്ട്. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 309, 310, 311 ഈ 3 ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ റെഗുലറൈസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും. സിവിൽ സർവീസ് ഇന്ന് ഇന്ത്യയിൽ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത്? ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാ സെക്ടറും ഇന്നൊരു വലിയ ആപത്തിലാണ്. പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, റെയിൽവേസ്, ഡിഫൻസ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, പോസ്റ്റ് ഓഫീസ്, ഇൻകം ടാക്സ്, ഇങ്ങനെ കേന്ദ്രത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളായാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകളായാലും ഇതെല്ലാം ഇന്ന് സീരിയസ് ത്രെട്ടിലാണ്, സീരിയസ് അറ്റാക്കിലാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പോളിസി വളരെ വ്യക്തമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡൂയിങ് ബിസിനസ് ഈസ് നോട്ട് ദ ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ്. ഇതാണ് ഇന്നത്തെ ഗവൺമെന്റിന്റെ നയം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനി ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മളെ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും വളരെ വ്യക്തമായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജിക് സെക്ടറിൽ മാത്രമേ, അതും 4 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലുള്ള പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഒന്നീ അടച്ചുപൂട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റൈസ് ചെയ്യും. ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് ഈ നയം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ റെയിൽവേസ് ലാഭം സമ്പാദിക്കാൻ വേണ്ടിയല്ല ഈ രാജ്യത്ത് റെയിൽവേസ് നടത്തുന്നത്. ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി, അവരുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേസ് സർവീസ് നടത്തുന്നത്. കാരണം സാധാരണക്കാരൻ്റെ ട്രാൻസ്പോർട്ടാണ് റെയിൽവേസ്. പക്ഷെ ഇന്ന് ആ റെയിൽവേസും ഏതാണ്ട് 109 റൂട്ടുകളിൽ 151 ട്രെയിൻ ഗവൺമെന്റ് തീരുമാനമെടുത്തു അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ആ ഒരു ഡയറക്ഷനിലാണ് ഇന്ന് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസ്, രാജ്യരക്ഷ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഈ രാജ്യരക്ഷ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ഏതാണ്ട് 41 ഓർഡിനൻസ് ഫാക്ടറീസ് ഉണ്ട്. 219 കൊല്ലം പഴമയുള്ള ഓർഗനൈസേഷനാണ് ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറീസ്. ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടു പോയപ്പം 16 ഫാക്ടറീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഡിഫൻസ് മേഖലയിൽ, പ്രതിരക്ഷാ മേഖലയിൽ, രാജ്യരക്ഷാ മേഖലയിൽ നമ്മൾ സെൽഫ് റിലയൻസ് അച്ചീവ് ചെയ്യണം, ഡിഫൻസ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി ഇൻഡിജീനൈസ് ചെയ്യണം. ആ പോളിസി ഫ്രെയിംവർക്കിലാണ് 16 ഫാക്ടറി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 41 ഓർഡിനൻസ് ഫാക്ടറീസ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഈ ഫാക്ടറീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന്
മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 6 കൊല്ലത്തിനകം ഏതാണ്ട് 400 പ്രൈവറ്റ് കമ്പനീസിന് ഡിഫൻസ് ഉൽപ്പാദനം ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഓർഡിനൻസ് ഫാക്ടറീസിനെ കോർപ്പറേഷനായിട്ട് കൺവെർട്ട് ചെയ്ത് അതിനെ പിന്നെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള തീരുമാനമായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ്. ഓർഡിനൻസ് ഫാക്ടറി തൊഴിലാളികൾ പല പോരാട്ടങ്ങളും നടത്തിയതിന് ശേഷവും ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിൽ വളരെ അടവൻ്റായിട്ടുള്ളതുകൊണ്ട് ഓർഡിനൻസ് ഫാക്ടറി എംപ്ലോയീസ് ഒക്ടോബർ 12-ാം തീയതി തൊട്ട് ഇൻഡെഫിനറ്റ് സ്ട്രൈക്കിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. അതുപോലെ തന്നെ റെയിൽവേയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂർ, മോഡേൺ റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല, മോഡേൺ റെയിൽ കോച്ച് ഫാക്ടറി റായ്ബറേലി, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്, വാരണാസി ലോക്കോമോട്ടീവ് വർക്ക്സ്, ഇങ്ങനെയുള്ള റെയിൽവേയുടെ വർക്ക്ഷോപ്പുകൾ, റെയിൽവേയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, അതും കോർപ്പറേറ്റൈസ് ചെയ്യാനുള്ള പരിപാടിയുമായിട്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി പീയൂഷ് ഗോയൽ, റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ ഒരു നാണവും ഇല്ലാതെ പറയുകയാണ് റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശവും ഗവൺമെന്റിനില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും പോസ്റ്റ് ഓഫീസുകളും ഇനി ഫ്രാങ്കൈസി എന്നുള്ള പേരിൽ പ്രൈവറ്റ് പോസ്റ്റ് ഓഫീസസ് തുടങ്ങാനുള്ള നയവും ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഇന്ന് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഔട്ട്സോഴ്സിംഗ് എന്നുള്ള പേരിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിലായാലും കേന്ദ്ര സർക്കാരിലായാലും ഔട്ട്സോഴ്സിംഗ്, പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് ഇന്ന് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും അത് വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് പാർലമെന്റിൽ ഒരു ചർച്ചയും ഇല്ലാതെ, ഒരു ഡിസ്കഷനും ഇല്ലാതെ പാസ് ചെയ്ത ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, അതിനകത്ത് ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും ആകാം. 3 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ഒരു എംപ്ലോയിയെ കോൺട്രാക്റ്റിനെടുത്തിട്ട് അവന് പെർമനന്റ് വർക്കറിനുള്ള ശമ്പളം കിട്ടും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ തസ്തികയ്ക്കുള്ള മിനിമം ബേസിക് പേയും DAയും മാത്രമേ കിട്ടത്തുള്ളൂ. അവർക്ക് ഇൻക്രിമെന്റ് ഇല്ല, അവർക്ക് അലവൻസ്, എക്സ്ട്രാ അലവൻസുകൾ ഒന്നും കിട്ടത്തില്ല, അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടത്തില്ല, അവർക്ക് വേറെ ഒരു ഫെസിലിറ്റീസും കിട്ടത്തില്ല. ആ ഫിക്സഡ് ടേം കഴിയുമ്പം അവരെ ടെർമിനേറ്റ് ചെയ്ത് വീട്ടിലോട്ട് പറഞ്ഞേക്കും. പിന്നെ വേറെ പുതിയ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ പുതിയ നയം. അതുമാത്രമല്ല, ഈ സർക്കാർ ഉദ്യോഗത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മാത്രമേ റിസർവേഷനുള്ളൂ. റിസർവേഷൻ ഇൻ എംപ്ലോയ്മെന്റ് 27% OBC, 15% ഷെഡ്യൂൾ കാസ്റ്റ്, 7% ഷെഡ്യൂൾഡ് ട്രൈബ്, മോഡി തന്നെ കൊണ്ടുവന്ന 10% എക്കണോമിക്കലി വീക്കർ ഫോർവേഡ് കമ്മ്യൂണിറ്റി, അവർക്ക് വേണ്ടിയുള്ള 10%, 4% ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾ, പിന്നെ ഒരു 10% എക്സ് സർവീസ്മാൻ. ഈ റിസർവേഷൻ എല്ലാം ഗവൺമെന്റ് സെക്ടറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്തോറും കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ്, റിസർവേഷൻ ഇൻ ഗവൺമെന്റ് ജോബ്സ്, അത് തന്നെ ഇല്ലാതാകുകയാണ്. അപ്പം ഇന്ന് സിവിൽ സർവീസ് എന്നുള്ളത് തന്നെ ഒട്ടുമൊത്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പം വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അതുമാത്രമല്ല, സർക്കാർ ജീവനക്കാർ എന്ന് പറയുമ്പോൾ അവർ 24 hours ഗവൺമെന്റ് എംപ്ലോയീസാണ്. 24 മണിക്കൂറും ഗവൺമെന്റ് എംപ്ലോയീസ് ഗവൺമെന്റിന്റെ സേവനത്തിന്, രാജ്യത്തെ ജനങ്ങളുടെ സേവനത്തിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതാണല്ലോ COVID-19 വന്നപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടത്. COVID-19 വന്ന് നരേന്ദ്രമോദി കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാലും ഏതാണ്ട് 70% കൂടുതലുള്ള ഗവൺമെന്റ് എംപ്ലോയീസ് അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റിയിട്ടില്ല. അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായാലും കോർപ്പറേഷൻസിലായാലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലായാലും ഗവൺമെന്റ് എംപ്ലോയീസ് COVID-19 ലോക്ക്ഡൗണിലും ജോലിക്ക് വരേണ്ടി വന്നു, ജോലി ചെയ്യേണ്ടി വന്നു. അത് പോലീസായാലും സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് ആയാലും ഹെൽത്ത് വർക്കേഴ്സ് ആയാലും അംഗൻവാടി ആശാ വർക്കേഴ്സ് ആയാലും ഇവരെല്ലാം COVID-19 പീരിയഡിൽ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. രാവും പകലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അവരുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓർഡിനൻസ് ഫാക്ടറി എംപ്ലോയീസ്, ഡിഫൻസ് എംപ്ലോയീസ് തന്നെ
ഈ പീരിയഡ് കംപ്ലീറ്റ് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ്, COVID-19 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്ന് പറയുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇവർക്ക് വേണ്ടിയുള്ള മാസ്ക്, അവർക്ക് വേണ്ടിയുള്ള കവറാൾ ഡ്രസ്സ്, അവർക്ക് വേണ്ടിയുള്ള സാനിറ്റൈസേഴ്സ്, അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും ചെയ്യാൻ ഈ ഓർഡിനൻസ് ഫാക്ടറി വർക്കേഴ്സ് രാവും പകലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എമർജൻസി ക്രൈസിസ് വരുമ്പം ഗവൺമെന്റ് എംപ്ലോയീസേ കാണത്തുള്ളൂ. വെള്ളപ്പൊക്കം വന്നാൽ അവിടെ BSNL കാണത്തുള്ളൂ. വേറെ ഒരു ജിയോയോ വോഡഫോണോ ഒന്നും വന്ന് നിൽക്കത്തില്ല. അപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള സർവീസാണ് സിവിൽ സർവീസ്. ആ ഗവൺമെന്റ് ഉദ്യോഗത്തിൽ വരുന്ന ജീവനക്കാർക്ക് ഇന്ന് പെൻഷൻ ഇല്ല. അവരുടെ പെൻഷൻ ക്ലോസ് ചെയ്തു. ന്യൂ പെൻഷൻ സ്കീം, നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ഗ്യാരണ്ടിയുമില്ല. 30 കൊല്ലം 35 കൊല്ലം സർവീസ് ചെയ്തതിന് ശേഷം റിട്ടയർ ആയി പോകുന്ന NPS ജീവനക്കാരന് അവന്റെ മിനിമം പെൻഷൻ എത്ര രൂപ കിട്ടും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. പക്ഷെ ഇന്ന് പഴയ പെൻഷൻ സ്കീമിൽ മിനിമം പെൻഷൻ തന്നെ 9,000 രൂപ പ്ലസ് DA ആണ്. ഈ പുതിയ പെൻഷൻ സ്കീമിൽ DA ഇല്ല. എത്ര രൂപ പെൻഷൻ കിട്ടുമെന്നുള്ളതിനും ഒരു ഗ്യാരണ്ടിയുമില്ല. ബിക്കോസ് മാർക്കറ്റ് വിൽ ഡിസൈഡ് ദ പെൻഷൻ. മാർക്കറ്റാണ് പെൻഷൻ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാതെ ഗവൺമെന്റ് അല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കേന്ദ്ര സർക്കാരിൽ തന്നെ ഏതാണ്ട് 6 ലക്ഷം പോസ്റ്റ് വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ട്. രാജ്യത്തെമ്പാടുമുള്ള എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും മുനിസിപ്പാലിറ്റീസും ഗവൺമെന്റ് സ്കൂൾസും ഇതിലെല്ലാം നോക്കിയാൽ ഏതാണ്ട് 1 കോടിയിൽ കൂടുതൽ പോസ്റ്റ് വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇതൊന്നും ഫില്ലപ്പ് ചെയ്യാൻ ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല. ഒരറ്റത്ത് കോടിക്കണക്കിന് പഠിച്ച ചെറുപ്പക്കാർക്ക് ഉദ്യോഗമില്ലാതെ, ജോലിയില്ലാതെ അവർ വെളിയിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് സിവിൽ സർവീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2ഉം 3ഉം ജീവനക്കാരന്റെ ജോലി ഇന്ന് കേന്ദ്ര സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു ജീവനക്കാരൻ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ സിവിൽ സർവീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം വി ആർ ഇൻ എ വെരി വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അപ്പൊ ഇതിനെതിരായിട്ടുള്ള ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒരു യൂണിറ്റി, ഒരു നാഷണൽ ലെവൽ യൂണിറ്റിയുടെ വളരെ അത്യാവശ്യമാണ്. ഇന്ന് എല്ലാ സെക്ടറിലുള്ള തൊഴിലാളികളും ഫൈറ്റ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി സെക്ടറിലായാലും, ബാങ്ക് സെക്ടറിലായാലും, LIC ഇൻഷുറൻസ് സെക്ടറിലായാലും, ഓയിൽ സെക്ടറിലായാലും, ട്രാൻസ്പോർട്ട് സെക്ടറിലായാലും, ഏത് സെക്ടറിലും ഇന്ന് തൊഴിലാളികൾ തെരുവിലിറങ്ങി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാരായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും, അവരും ഇന്നത്തെ ഈ അവസ്ഥ ഓവർകം ചെയ്തു രാജ്യത്ത് ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സിവിൽ സർവീസ്, ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ചേർപ്പിക്കേണ്ട ഒരു വളരെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസാണ്. ആ സർവീസുകളും ഔട്ട്സോഴ്സിങ്ങും പ്രൈവറ്റൈസേഷനും ചെയ്തു കഴിയുമ്പം അതിൻ്റെ ഭവിഷ്യത്ത് ഇനി വരും കാലങ്ങളിൽ ജനങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, സാധാരണ ജനങ്ങൾക്കാണ് അതിൻ്റെ കഷ്ടപ്പാട്. അപ്പം ഇതൊരു സർക്കാർ ജീവനക്കാരുടെ മാത്രം ഒരു വിഷയമായിട്ടല്ലാതെ ഇത് ജനങ്ങളുടെ വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഈ സിവിൽ സർവീസിൻ്റെ ഫ്യൂച്ചർ എന്നുള്ള വിഷയം നമ്മൾ എംപ്ലോയീസും ട്രേഡ് യൂണിയൻസും മാത്രം ചർച്ച ചെയ്താൽ പോരാ. ഈ ചർച്ചാ വിഷയം രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ മുമ്പിൽ, അത് ഏതൊക്കെ മീഡിയയിൽ ത്രൂ നമുക്ക് ആ പ്രൊപ്പഗണ്ടായും ആ ക്യാമ്പയിനിങ്ങും പ്രോഗ്രാമും കൊണ്ടുപോകാൻ പറ്റുമോ അത് ചെയ്യണം. എൻ്റെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ, നന്ദി, നമസ്കാരം.